ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. 2 ശമൂവേൽ 2-ാം അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. ശൗൽ വധിക്കപ്പെട്ടതിന് ശേഷം ദാവീദ് താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് താൻ മാറി താമസിക്കട്ടെ എന്ന് യഹോവയായ ദൈവത്തോട് ദാവീദ് ആലോചന ചോദിക്കുകയാണ്. ദാവീദിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ശ്രേഷ്ഠത ഇതാണ്. എല്ലാ കാര്യങ്ങളും ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതായ മറുപടി അനുസരിച്ചാണ് അദ്ദേഹം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വാസികളായ നമ്മളെപ്പോഴും ഈ കാര്യത്തിൽ ദാവീദിനെ മാതൃകയാക്കേണ്ടതാണ്. ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുൻപും ദൈവസന്നിധിയിലൊന്ന് സമർപ്പിച്ച് ദൈവത്തോട് ആലോചന ചോദിക്കുന്ന മനോഭാവം ഏറെ സന്തോഷപ്രദവും അനുഗ്രഹപ്രദവുമായ ഒരു കാര്യമായിരിക്കും. യഹോവയായ ദൈവം അവനോട് പറഞ്ഞു, നീ മാറി അത് താമസിച്ചുകൊള്ളുക, ഹെബ്രോനിലേക്ക് നീ പോവുക എന്നാവശ്യപ്പെടുന്നു. അവിടെ ചെന്നപ്പോൾ യഹൂദ്യയിലെ ജനങ്ങളെല്ലാം കൂടെ വന്ന് ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്യുന്നു. ശമൂവേൽ പുരോഹിതൻ മുഖാന്തരം യഹോവയായ ദൈവം നേരത്തെ അഭിഷേകം ചെയ്തതാണ്. പക്ഷെ ജനങ്ങൾ അവനെ രാജാവായി വന്ന് അംഗീകരിക്കുന്നവൻ താമസിച്ചതായ സ്ഥലത്തെ ആളുകളെല്ലാവരും കൂടി വന്ന് ആ സമയത്ത് ശൗലിൻ്റെ മൃതശരീരം സംസ്കരിച്ചതായ ആളുകൾ വന്ന് മാന്യമായ രീതിയിൽ ശൗലിനെ ഞങ്ങൾ ശവസംസ്കാരം ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ദാവീദ് കർത്തൃനാമത്തിൽ അവരെ അനുഗ്രഹിക്കുകയാണ്. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തൻ്റെ ഈ ലോകത്തിലെ ഏറ്റവും ബദ്ധശത്രുവായ മനുഷ്യനായിരുന്നു ശൗല്. തന്നെ വധിക്കുന്നതിന് വേണ്ടി അനേക പ്രാവശ്യം അവൻ ശ്രമിച്ചിട്ടുള്ളതാണ്. എന്നാലും ദൈവത്തിൻ്റെ അഭിഷിക്തനായ ഒരു മനുഷ്യൻ, ദൈവത്തിൻ്റെ ആത്മാവ് അവനിൽ നിന്ന് നഷ്ടപ്പെട്ടുവെങ്കിലും അവന് മാന്യമായ ഒരു സംസ്കാരം കൊടുത്തതിൽ ആ ജനത്തെ ഇവിടെ അഭിനന്ദിക്കുകയും ദൈവനാമത്തിൽ ദാവീദ് അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇതാണ് ദൈവാത്മാവ് വസിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഹൃദയം എന്ന് പറയുന്നത്. ഇതാണ് ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഹൃദയമായി ദാവീദിൻ്റെ ഹൃദയത്തെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നീട് എന്താ സംഭവിച്ചു? 8-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ശൗല് മരിച്ചെങ്കിലും അവൻ്റെ സൈന്യാധിപനായ അബ്നേർ ശൗലിൻ്റെ മകൻ ഇശ്ബോശേത്തിനെ ദാവീദ് പാർക്കുന്നതായ ആ പട്ടണം ഒഴികെയുള്ള മറ്റ് സ്ഥലങ്ങളിൽ അവർ ചെന്ന് രാജാവായിട്ട് അങ്ങ് വാഴിക്കുകയാണ്. പക്ഷെ ദാവീദ് അതറിയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം എന്നാൽ രാജസ്ഥാനം പിടിച്ചെടുക്കുവാനോ പിന്നീട് അവനെ അവിടെ നിന്ന് ഓടിക്കുവാനോ ഒന്നും ദാവീദ് ഇവിടെ ശ്രമിക്കുന്നില്ല. ഏകദേശം 2 വർഷം അദ്ദേഹം യഹൂദ ജനത്തിന് അദ്ദേഹം പാർത്തിരുന്നതായ സ്ഥലത്ത് ഈ സൗൽ രാജാവിൻ്റെ മകൻ അവരെ നയിച്ചു എന്നുള്ളതാണ്. ദാവീദ് താമസിച്ചായ സ്ഥലത്ത് യഹൂദയിലെ ആ ജനത്തെ 7.5 വർഷത്തോളം ദാവീദും വഴി നടത്തിയതായി കാണുന്നുണ്ട്. ഇസ്രായേലിൻ്റെ മൊത്തം രാജാവായി ദൈവം തന്നെ വാഴിക്കുന്ന സമയത്തിനായി ദാവീദ് വെയിറ്റ് ചെയ്യുകയാണ്. അല്ലാതെ അവനൊരിക്കലും ആ സ്ഥാനം പിടിച്ചടക്കുവാനോ ആ സ്ഥാനത്ത് കയറിയിരിക്കുവാനോ ദാവീദ് ഒരിക്കലും ഇവിടെ ശ്രമിക്കുന്നില്ല. തന്നെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ തന്നെ സ്വീകരിക്കുന്ന ജനത്തിൻ്റെ മാത്രം രാജാവായി അദ്ദേഹം വാഴുവാൻ ഇവിടെ ആഗ്രഹിക്കുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നു, ദാവീദിൻ്റെ മകൻ അല്ലെങ്കിൽ രാജാവായ ഇശ്ബോത്തിൻ്റെ പടയാളികളും ദാവീദിൻ്റെ പടയാളികളും തമ്മിൽ ഒരു കുളത്തിനരികെ വെച്ച് അവർ തമ്മിൽ ആരാണ് ശക്തം എന്ന് കാണിക്കാൻ വേണ്ടി അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ യുദ്ധം ചെയ്യുന്നുണ്ട്. ആ ഒരു ഇതിൽ ദാവീദിൻ്റെ പടയാളികൾ മറ്റവരെ എല്ലാം വധിക്കുന്നതായും ദാവീദിൻ്റെ ഭാഗം ജയിക്കുന്നതായും നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഈ ഒരു സംഘർഷമുണ്ട്. പൈശാചിക ശക്തിയും ദൈവിക ശക്തിയും തമ്മിലുള്ളതായ ഒരു സംഘർഷം. പക്ഷെ നമ്മിൽ ആര് ജയിക്കുന്നുവെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്.
ഏത് കാര്യം ചെയ്യുന്നതിന് മുൻപും ഈ ഒരു യുദ്ധം നമ്മുടെ മനസ്സിൽ പലപ്പോഴും ഇത് നടക്കാറുണ്ട്. നന്മയും തിന്മയും തമ്മിൽ, സത്യവും അസത്യവും തമ്മിൽ, നീതിയും അനീതിയും തമ്മിലുള്ള ഒരു സംഘർഷമുണ്ട്. പക്ഷെ നമ്മുടെ മനസ്സിൽ പലപ്പോഴും ഈ അശ്വത്തിൻ്റെ പടയാളികൾ ജനിച്ച പോലെ പൈശാചിക ശക്തികളല്ലേ ജയിക്കുന്നതെന്ന് തോന്നുന്നു, നമ്മൾ നോക്കണം. പക്ഷേ ഇവിടെ ദാവീദിൻ്റെ പക്ഷമാണ് ഇവിടെ ജയിച്ചത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പക്ഷം ജയിക്കുന്നതായി നമ്മൾ കാണുന്നു. അപ്പോൾ ദൈവികമായ ചിന്തയാൽ ആ പൈശാചികമായ പ്രലോഭനങ്ങളെയും പ്രകോപനങ്ങളെയൊക്കെ അതിജീവിക്കാൻ നമ്മൾ സാധിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ വിശ്വാസികളായി മാറുന്നെന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ്. പിന്നീട് ആ പരാജയരായ ഇസ്രായേലിലെ അവരെങ്കിൽ ഈ ദാവീദിൻ്റെ ആളുകളെ അവിടെ പിന്തുടരുന്നുണ്ട്. പിന്നീട് ദാവീദിൻ്റെ അനുയായിയായ ഒരു യുവാവ്, സൈന്യാധിപനായിരുന്ന, അല്ലെങ്കിൽ സൗൽ രാജാവിൻ്റെ സൈന്യാധിപനായിരുന്ന അബ്നേറിൻ്റെ ആക്കുത്തിനാൽ ഇത് വധിക്കപ്പെടുന്നതായി നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് നമ്മൾ താഴോട്ടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ ദാവീദ് പിന്നീട് പ്രബലപ്പെടുന്നതും സൗലിൻ്റെ കുടുംബം ക്ഷയിക്കുന്നതുമായി നമ്മൾ കാണാം. നമ്മൾ ഈ രണ്ടാം അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദാവീദിനെ പോലെ ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കുവാൻ നമുക്കിടയാകണം. പൂർവ്വപിതാവായ വിശ്വാസികളുടെ പിതാവായ അബ്രാഹാമിനെ യഹോവയായി ദൈവം വിളിച്ചു. അവർ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 25 വർഷം പിന്നീട് കാത്തിരിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസികളുടെ പിതാവെന്ന് അറിയപ്പെടാൻ കാരണമായി തീർന്നത്. ദൈവത്തിന് നമ്മെയൊക്കെ കുറിച്ച് ഓരോ ഉദ്ദേശമുണ്ട്. ആ സമയത്തിനായി നമ്മൾ ഇത് ക്ഷമയോടെ കാത്തിരിക്കുക, വിശ്വാസത്തോടെ കാത്തിരിക്കുക. സമയമാകുമ്പോൾ നമുക്ക് നൽകേണ്ടത് ദൈവം നൽകും, നമുക്ക് നൽകേണ്ട അനുഗ്രഹം ദൈവം നമുക്ക് നൽകുമെന്നുള്ള വിശ്വാസം നമ്മെ ഭൂമി വഴി നടത്തേണ്ടതാണ്. അതുകൊണ്ട് ഈ ദാവീദിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ മനോഭാവത്തെ, ആ ദൈവികമായ മനോഭാവത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് മാതൃകയാക്കുവാൻ ദൈവമേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവം അതിൽ നമ്മെ സഹായിക്കുമാറാകട്ടെ.